ഹായ് ഹലോ. അപ്പോൾ ഞാനിന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല എളുപ്പത്തിൽ നല്ല ടേസ്റ്റിൽ അടിപൊളി ഒരു കട്ട്ലൈറ്റ്. ഞാനിവിടെ ഉണ്ടാക്കുന്ന ചിക്കൻ കട്ട്ലൈറ്റാണ്. നമ്മൾക്ക് ഇതേ കൂട്ടിൽ തന്നെ നമുക്ക് വെജിറ്റബിൾ കട്ട്ലൈറ്റും ഉണ്ടാക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് സ്മാഷ്ഡ് പൊട്ടറ്റോസ്, കുറച്ച് ചിക്കൻ, അതുപോലെ തന്നെ കുറച്ച് സബോള, അതുപോലെ കുറച്ച് ബീൻസ്, കുറച്ച് ക്യാബേജ്. നമുക്ക് ഇതിനകത്ത് എത്ര പച്ചക്കറി വേണമെങ്കിലും ആഡ് ചെയ്യാം. അപ്പോൾ എനിക്കിവിടെ ഉള്ള പച്ചക്കറി ക്യാബേജും ബീൻസും മാത്രമായിരുന്നു. നമുക്കിനി ക്യാരറ്റ് വേണമെങ്കിലും അതുപോലെ തന്നെ ബീറ്റ്റൂട്ട് വേണമെങ്കിലും എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ അതൊക്കെ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ വെജിറ്റബിൾസ് കഴിക്കാത്ത കുഞ്ഞുമക്കൾക്കൊക്കെ നമുക്കിങ്ങനെ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഈസി ആയിട്ടുള്ള കട്ട്ലൈറ്റ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഞാനൊരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം ചൂടായ ചട്ടിയിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഏത് ഓയിലും നമ്മൾ ഏതാണോ കുക്കിംഗ് ഓയിലായിട്ട് യൂസ് ചെയ്യുന്നത് അത് ഉപയോഗിക്കാം. വെളിച്ചെണ്ണ ആണെങ്കിൽ വെളിച്ചെണ്ണ, സൺഫ്ലവർ ഓയിൽ ആണെങ്കിൽ സൺഫ്ലവർ ഓയിൽ, വേറെ എന്തെങ്കിലും ആണെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടം പോലെയുള്ള ഓയിൽ നമുക്ക് യൂസ് ചെയ്യാം. അതിനകത്തോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള, അതുപോലെ തന്നെ ബീൻസ്, അതുപോലെ തന്നെ ക്യാബേജ്, പച്ചമുളക് വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇട്ട ശേഷം നമ്മൾക്ക് ഇനി ഇതിനകത്തോട്ട് ആവശ്യമായ പൊടികൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഇടുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ, ചെറിയ 2 ടീസ്പൂൺ എരിവിന് ആവശ്യമായ മുളക് പൊടി. നമ്മൾ വേറെ പച്ചമുളകൊന്നും നമ്മളിതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ അതിനാവശ്യമായ കുറച്ച് മുളക് പൊടി, അതുപോലെ തന്നെ ഗരം മസാല വേണമെങ്കിൽ ഗരം മസാല ഇടാം. ഇവിടെ ഗരം മസാല ഞാനിവിടെ ഇട്ടിരിക്കുന്നത് ചിക്കൻ മസാലയാണ്. നമ്മൾ ചിക്കൻ കറിക്കൊക്കെ ഉണ്ടാക്കുന്ന പാക്കറ്റ് മസാല ഇല്ലേ, ആ മസാലയാണ് ഞാനിവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നല്ല കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ നമുക്കൊന്ന് ഇത് മിക്സ് ചെയ്തെടുക്കാം. എന്താ പറയുന്നത്, ആ പൊടിയുടെ പച്ചമണമൊക്കെ മാറി എണ്ണയ്ക്കകത്ത് കിടന്ന ഒരു ചെറിയൊരു എന്താ പറയുന്നത് അതൊക്കെ നന്നായിട്ട് വെന്ത് വരുന്നവരെ നമുക്കൊന്ന് മിക്സ് ചെയ്യണം. അതായത് ഇതിപ്പോൾ നമ്മൾ പച്ചയല്ലേ, അപ്പം നല്ല രീതിയിലൊന്ന് വാടി വരുന്നത് വരെ മിക്സ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ട് ഞാൻ ഉപ്പിട്ടിട്ടില്ലായിരുന്നു, അത് ഞാൻ വിട്ടുപോയി. അപ്പോൾ ഇപ്പോഴാണെങ്കിലും ഇട്ടാൽ മതി, കുഴപ്പമില്ല. നമുക്ക് നല്ല രീതിയിൽ ഉപ്പിട്ട് കൊടുക്കാം. നമ്മുടെ ഉരുളക്കിഴങ്ങ് സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം. ചിക്കൻ വേണ്ടാത്തവർക്ക് ഇപ്പോൾ ചിക്കൻ ആഡ് ചെയ്യണ്ട. ഇനി നമുക്കിതൊന്ന് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് മല്ലിയില വേണമെങ്കിൽ മല്ലിയില ഇടാം. നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവറൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. ചാറ്റ് മസാല വേണ്ടവർക്ക് ചാറ്റ് മസാല ഇടാം. നമുക്കിതിൻ്റെ ഫില്ല് റെഡി ആയിട്ടുണ്ട്. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുക. എല്ലാത്തിടത്തോട്ട് മസാലയൊക്കെ ഒന്ന് പിടിച്ച് ഇതാകാം. നല്ല രീതിയിലേക്ക് മസാല എല്ലാം പിടിച്ച ശേഷം നമ്മൾക്ക് അറിയാൻ പറ്റും. ശേഷം നമ്മൾ എന്താ പറയുക, അത് വാങ്ങിയ ശേഷം ഒരു മിനിമം ചൂടിൽ, അതായത് നമ്മൾക്ക് ഉരുട്ടി കയ്യിലെടുക്കാൻ പറ്റുന്ന ചൂടിലാകുമ്പോൾ നമ്മൾക്കത് എടുത്തിട്ട് ഇങ്ങനെ കൈ കൊണ്ട് തന്നെ ബോളാക്കാം. അതായത് നിങ്ങൾക്കിപ്പോൾ അച്ചുണ്ടെങ്കിൽ അച്ചിൻ്റെ ആകൃതിയിലാക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കയ്യിൽ വെച്ച് പ്രസ്സാക്കിയിട്ട് നമ്മുടെ സാധാരണ കട്ട്ലൈറ്റിൻ്റെ രൂപത്തിലാക്കാം. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ബോളാക്കിയതാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇങ്ങനെ ആക്കിയെടുക്കുക. അപ്പം ഞാനിപ്പോൾ ഇവിടെ ബോൾ രീതിയിലാണ് ആക്കിയിരിക്കുന്നത്. അങ്ങനെ നമുക്ക് ഇതെല്ലാം കൂടെ ഇങ്ങനെ ബോൾ രീതിയിൽ ഇങ്ങനെ ആക്കിയെടുക്കാം. അതിന് ശേഷം നമ്മൾക്ക് അതിന് വേണ്ടുന്ന ബാറ്റർ തയ്യാറാക്കാം. അപ്പോൾ ഇവിടെ കുറച്ച് മുട്ട എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ബ്രെഡിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. സോറി, ബ്രെഡല്ല കേട്ടോ, റസ്കിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് പൊടിച്ച് വെച്ചതാണ്. അതിന് ശേഷം നമുക്ക് ഈ ബോൾ ഇങ്ങനെ മുട്ടയുടെ വെള്ളയിൽ മുക്കിയിട്ട് അതിന് ശേഷം അത് ബ്രെഡിൽ നന്നായിട്ട് കോട്ടാകുന്ന രീതിയിൽ നല്ല രീതിയിൽ ഇങ്ങനെ ഫുള്ള് എന്താ പറയുന്നത് മുക്കിയെടുക്കുക. അപ്പോൾ നമ്മൾക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്രെഡിൻ്റെ പൊടി തന്നെ, സോറി, റൊട്ടിയുടെ പൊടി തന്നെ വേണമെന്നില്ല, ബ്രെഡിൻ്റെ പൊടി തന്നെ മതി. അപ്പോൾ ഞാൻ ഇതിനകത്ത് പിന്നെ ബ്രെഡിൻ്റെ പൊടി കുറച്ച് കുറവായിരുന്നതുകൊണ്ട് ഞാൻ ഇതിനകത്ത് കുറച്ച് റാഗിയുടെ പൊടിയും കൂടി ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് ആ ഒരു ഷെയ്ഡ്. അപ്പം കുഴപ്പമൊന്നുമില്ലായിരുന്നു, ടേസ്റ്റിന് വ്യത്യാസമൊന്നും ഇല്ലായിരുന്നു. കുറച്ച് ഇട്ടിട്ടുള്ളൂ, ഇനി തികഞ്ഞില്ലെങ്കിലോ എന്ന് പേടിച്ചിട്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ പാൻ ചൂടാക്കിയിട്ട് പാനിനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട്, ഞാനിവിടെ വറക്കാൻ വേണ്ടി ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്.
എടുത്തിട്ട് എണ്ണ ചൂടാകുമ്പോഴത്തേനും ഇങ്ങനെ ഓരോന്നോരോന്ന് പിറക്കിയിടും. ഇത് പെട്ടെന്ന് ആയിക്കോളും, കാരണം ഓൾറെഡി കുക്കായ സാധനമാണ്. ഉള്ളിലത്തെ എന്നാ ഇത് മുഴുവൻ നമ്മുടെ ഉരുളക്കിഴങ്ങും ചിക്കനും എല്ലാ സാധനങ്ങളും ഓൾറെഡി കുക്ക്ഡ് ആണ്. അപ്പം നമുക്കിനി പുറത്തെ ആ കോട്ടിങ്, ആ റസ്കിൻ്റെ കോട്ടിങ് മാത്രം ഒന്ന് ഇതായാൽ മതി. അപ്പോൾ അധികം നേരമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ റെഡിയാകുന്നൊരു സംഭവമാണ് ഇത്. ഈവനിങ് സ്നാക്സ് ആയിട്ടും കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനാണെങ്കിലും ഒക്കെ ആണെങ്കിലും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ആണിത്. വെജിറ്റേറിയൻ കഴിക്കുന്നവർക്കാണെങ്കിൽ ചിക്കൻ ഇടണ്ടെന്നേ ഉള്ളൂ. ഇതേ കൂട്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള ക്യാരറ്റോ ബീറ്റ്റൂട്ടോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം. അങ്ങനെ രണ്ട് സൈഡും മറിച്ചിട്ട് കുക്ക്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ചിക്കൻ കട്ട്ലൈറ്റ് ഇവിടെ റെഡിയാണ്. കട്ട്ലൈറ്റ് ഒന്നും ഞാൻ ഇട്ടതാണ്, കട്ട്ലൈറ്റ് എന്നോ ചിക്കൻ ബോൾസ് എന്നോ നമുക്ക് ഇഷ്ടമുള്ള പേരിടാമല്ലോ, നമ്മളല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല സോഫ്റ്റാണ്, എന്താ പറയുക, നല്ല സോഫ്റ്റാണ്, കണ്ടില്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ.